ഞാൻ എറണാകുളത്ത് ഈ റൂമിൽ കിടന്നിട്ടേ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നതിനെ കുറിച്ച്. എന്താണ് ഇത്ര സ്നേഹം പാടുന്നത്? ഇങ്ങനെ ആലോചിക്കണേ ഞാന്. എന്ത് ഈ അറിവും ബോധമില്ലാത്ത ഇവളെ എങ്ങനെയാ കുടുംബശ്രീയുടെ സെക്രട്ടറി ആക്കിയെന്ന്. അണ്ണാ അത് ഇക്കാര്യം പറയാതിരിക്കുക ഭേദം. പുതിയ കുടുംബശ്രീ നമ്മൾ സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുക്കുമ്പം അവിടെ യോഗം വെക്കുമല്ലോ. അപ്പൊ സ്പെഷ്യലായിട്ട് ചായയും കടിയും ലഡു ഒക്കെ കാണും. അതുണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ 4 ആൾക്കാരുടെ മുമ്പിൽ പോയി കൈ കെട്ടി അങ്ങ് നിന്നു. ഉടനെ ഗായത്രി ചോദിച്ചു പുതിയ സെക്രട്ടറി ആകാൻ ആർക്കാ ആഗ്രഹമെന്ന്. എന്റെ കഷ്ടകാലത്ത് ഞാൻ കൈ പൊത്തി ഇങ്ങനൊന്ന് ചൊറിഞ്ഞതും എന്നെ പിടിച്ച് അങ്ങ് സെക്രട്ടറി ആക്കി. അവളുമാര് കൈ ഇതുപോലെ കൈ അടിച്ചങ്ങ് പാസ്സാക്കി. നിനക്ക് വാ തുറന്ന് പറഞ്ഞില്ലായിരുന്നു പറ്റത്തില്ലെന്ന്. അതെങ്ങനെ വാ തുറന്നപ്പോഴത്തേക്ക് 2 ലഡു എടുത്ത് അണ്ണാക്കി തിരികിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാനും അങ്ങ് സമ്മതിച്ചു. മധുരത്തില്ല അങ്ങ് ലയിച്ചങ്ങ്. ഇത് ഞാൻ കാരണമൊന്നുമല്ല, അവൾ ഒറ്റ ഒരുത്തി കാരണമാ ഗായത്രി. അവള് കാരണമൊന്നുമില്ല. ഗായത്രിയൊക്കെ നല്ല സംഭവം. എന്തുവാ ഗായത്രി എന്താടി ഗായത്രി? നിങ്ങളുടെ കുടുംബശ്രീ പോകുന്നത് ഗായത്രിയിൽ കൂടിയല്ലേ ഇതിൽ പോകുന്നത്? എന്തുവാ നിങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷിക വേദന സാധനത്തിനെ നിങ്ങൾ സമരത്തിന് അങ്ങോട്ട് പോയ സമയത്തെ ജാഥ ആ ജാഥയ്ക്ക് പോയ സമയത്ത്